അത് എല്ലാ കുട്ടികളെയും ഭയത്തിൽ നിന്ന് വളരെയധികം വിടുതൽ കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് 100% വിജയത്തിലേക്ക് വരുന്നത് ആ ക്ലാസ്സിന് വന്ന് കൂടുന്ന മക്കൾ. എല്ലാവരെയും കൈവിട്ട് പ്രാർത്ഥിച്ച് വളരെയധികം അനുഗ്രഹം പ്രാപിച്ചാണ് അവര് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇന്ന് വന്നിട്ടില്ലാത്തവരിലും നിങ്ങളുടെ അയലത്തൊക്കെ ഉള്ളവരോട് പറയുക, 2ാം ശനിയാഴ്ച ആകുമ്പോഴേ അവധിയുള്ള ദിവസമാണ്. എല്ലാ കുട്ടികൾക്കും ഇവിടെ ഈ 26-ാം തീയതി നടത്തണമെന്നായിരുന്നു ആഗ്രഹിച്ചു. പക്ഷെ അതിനിപ്പം ഡേറ്റ് അധികം ഇല്ലാത്തതുകൊണ്ടാണത് 2ാം ശനിയാഴ്ചത്തെ മാറ്റി 9-ാം തീയതി. അതുപോലെ തന്നെ ആദ്യ ചൊവ്വാഴ്ച ഇവിടെ വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് പാത്രവും കുപ്പിയൊക്കെ ആയിട്ട് വരണം. അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. ഈ വെള്ളിയാഴ്ച അവസാന വെള്ളിയാണ്. ടീമങ്ങളുടെ കൂട്ടായ്മയാണ് ഈ വെള്ളിയാഴ്ച. ഇവിടെ കൗൺസിലിങ്ങിന് പേര് കൊടുത്തിട്ടുള്ളവര് അടുത്ത വെള്ളിയാഴ്ച വരിക. ഈ വരുന്ന വെള്ളിയാഴ്ച അല്ല, അതിന്റെ അടുത്ത വെള്ളിയാഴ്ച പേര് കൊടുത്തിട്ടുള്ളവര് വരിക. അതുപോലെ തന്നെ ഭവന സന്ദർശനം ആവശ്യമുള്ളവര് പേര് കൊടുക്കുക. നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, ആ മാറ്റം നിങ്ങൾ ഉപകാരസ്മരണയുടെ ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം ഞങ്ങൾ ആലപ്പുഴയെ അവിടെ ചെന്നപ്പോഴേ, ഭവന സന്ദർശനം ചെന്നപ്പോഴേ വലിയ അഭിഷേകം ഉണ്ടാകുകയായിരുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് ചെന്നപ്പോഴും അവിടെയും വലിയ അഭിഷേകം ഉണ്ടാകുകയായിരുന്നു. ആ ഭവനങ്ങളിലൊക്കെ നമ്മൾ സാവകാശമാണ് ഭവനങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാവരും, അയലത്തുള്ള എല്ലാവരും കൂടെ ചേർന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ ഒരുപാട് വിടുതലാണ് കർത്താവ് തരുന്നത്. അതുകൊണ്ട് ഭവന സന്ദർശനം ആവശ്യമുള്ളവരുടെ ആദ്യ ചൊവ്വാഴ്ചയായിരിക്കും. കുറിയിട്ടാണ് ഭവന സന്ദർശനം ഇവിടെ പേരുകൾ എടുക്കുന്നത്. നിങ്ങൾ ഇപ്പൊ പേര് കൊടുത്താൽ ആദ്യത്തെ ചൊവ്വാഴ്ച ഇവിടെ കുറിയിട്ട് പേരുകൾ എടുക്കുന്ന ഒരു ഡേറ്റ് തരും നിങ്ങൾക്ക്. അപ്പോഴേ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾക്ക് ആദ്യം തരും. അത് വീട്ടിൽ കൊണ്ടുപോയി നിങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാക്കി കഴിയുമ്പോഴേ പലരും അതിന്റെ ഫോട്ടോസായിട്ട് കോപ്പി എടുത്ത് ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ അനുഗ്രഹപ്രദമായിട്ടുള്ള പ്രാർത്ഥനയാണത്. വളരെ അപൂർവമായ രീതിയിലാണ് ആ പ്രാർത്ഥന ഞങ്ങൾക്ക് ലഭിച്ചത്. എല്ലാവിധ ബന്ധനങ്ങളും പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകാനുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന. അതുകൊണ്ടാണ് അത് ആദ്യം നിങ്ങൾക്ക് തന്നുവിടുന്നത്. അപ്പൊ ആ പ്രാർത്ഥന വീട്ടിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോഴേ നിങ്ങൾക്കുള്ള ചെലവ് ഇത്രയും മാത്രമേ ഉള്ളൂ. ഞങ്ങളെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം. അതുപോലെ തന്നെ വരുന്നവര് നേരത്തെ തന്നെ വിളിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തീരുമാനം പറയണം. ആ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് വന്നാലൊക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാള് പന്തളത്തിനടുത്തുനിന്നാണ് വരേണ്ടത്, പിന്നെ ഒരാള് ഇവിടുന്ന് ക്ലാപ്പനയെന്നാണ് വരേണ്ടത്. ഈ 3 സ്ഥലത്തു നിന്നാണ് ആൾക്കാർ വന്ന് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കറ്റാണത്ത് വന്നിട്ട് പോകുന്നത്. കറ്റാണത്ത് വന്ന് ഇവിടെ വന്നിട്ട് പോകുമ്പോഴേ അത് ബുദ്ധിമുട്ടായിട്ട് തീരും. അതുകൊണ്ടാണ് പന്തളത്തുള്ള ആള് പിന്നെയും കായംകുളത്തെത്തണം. എന്നാൽ ക്ലാപ്പനയിലുള്ള ആള് കൊല്ലം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആള് കാത്തിരിക്കും. നിങ്ങൾ വരുന്ന വണ്ടിയിൽ തന്നെ കയറി പോരാവുന്നതാണ്. ഈ വന്ന് കൊണ്ടുപോകണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പലയിടത്തും ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴേ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് ചോദിച്ചിട്ടുണ്ട്, ബ്രദറെ എന്തിനാ വന്ന് ഇന്ന് പ്രാർത്ഥനയൊന്നും ഇല്ലയോ, പിശാച് കെട്ടിക്കളയുമെന്ന്. ഞങ്ങള് പലയിടത്തും തന്നെ പോകാനായിട്ട് നോക്കിയിട്ട് അവിടെ സമയത്തിനെങ്കിൽ ചെന്ന് എത്താനായിട്ടൊന്നും സാധിച്ചിട്ടില്ല. അമ്മാവിനിട്ട് ആകപ്പാടായിട്ട് കറക്കി തിരിച്ചാണ് അവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ആദ്യം തരുന്നതും വന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് നിങ്ങൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതിന്റെ ചെലവേ നിങ്ങൾക്ക് സാധാരണ വരുന്നുള്ളൂ. അതുകൊണ്ട് ഭവന സന്ദർശനത്തിൽ വരുമ്പോഴേ നമ്മളൊരു 3 പടം അവിടെ നിങ്ങൾക്ക് തരും ആ കുടുംബങ്ങളിൽ. അത് ഒരുപാട്
അനുഗ്രഹപ്രദം. അങ്ങനെയുള്ള പടം വെച്ചതിന് ശേഷം ഈ ഭവന സന്ദർശനം നടത്തിയ വീടുകളിലുണ്ടായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടായിരുന്ന കരങ്ങൾ വരുന്നത് ഈ പടം വീട്ടിൽ വെച്ചതിന് ശേഷം പല മാറ്റങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവര് കുറെ പേര് കരങ്ങൾ ഉയർത്തുന്നുണ്ട്. കാരണം നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബ്ലസ് ചെയ്താണ് അതിനുള്ള മാതാവിന്റെ പടം, പിന്നെ 2 തിരുഹൃദയത്തിന്റെ പടം. അത് ഭവനത്ത് നമ്മൾ ഫ്രെയിം ചെയ്ത് അച്ഛന്മാരെ കൊണ്ട് ബ്ലസ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നത്. ഈ ഭവന സന്ദർശനത്തിന് വരുന്ന ഭവനങ്ങളിൽ മാത്രമേ അത് കൊടുക്കാറുള്ളൂ. ഭവന സന്ദർശനത്തിന് വരുന്ന ഭവനങ്ങളിൽ മാത്രമേ അത് തരാറുള്ളൂ. ബാക്കി വരുന്ന ആൾക്കാർക്കെല്ലാം IMS അമ്മയുടെ ഫോട്ടോ പടം നിങ്ങൾക്ക് തരും. അത് ഒരുപാട് അനുഗ്രഹപ്രദമായിട്ടുള്ള പടമാണ്. പ്രത്യേകം പ്രാർത്ഥിച്ചാണ് നിങ്ങൾക്ക് ആ പടം തരുന്നത്. അതുകൊണ്ട് കുട്ടികളായിട്ടുള്ളവര് അത് ബുക്കിനകത്തൊക്കെ വെച്ചേക്കും. പേടി, അസ്വസ്ഥത ഇതെല്ലാം മാറും. യാത്രയിലുള്ള ഭയം ഉണ്ടാകുമെങ്കിൽ അതൊക്കെ മാറും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെയൊക്കെ വിടുതൽ കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഭവന സന്ദർശനം ഇതുവരെ നടത്തിയിട്ടുള്ളവർ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് മാറ്റം കിട്ടിയത് അത് നിങ്ങൾ ഉപകാരസ്മരണ എഴുതിയിടുക. അപ്പം നിങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചേക്ക് പോയി കഴിയുമ്പോൾ നിക്കോദെമോസ് വന്നവരെ വന്നാൽ മതിയോ? നിക്കോദെമോസ് എങ്ങനെ ഈശ്വരത്തിലേക്ക് തന്നെ തലയെ കൂടെ തുണിയിട്ടുണ്ട് ഒളിച്ചാ പോട്ട്. ഇത് ഒളിച്ചൊന്നുമല്ല, പരസ്യമായിട്ടാ വരുന്നത്. അവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേക്ക് എന്ത് പ്രശ്നമാണുള്ളത് അതിനെല്ലാം ആ കർത്താവ് വിടുതൽ തരിക. ഏത് രീതിയിലുള്ള വിഷയമായിരുന്നാലും അതിന് കർത്താവ് വിടുതൽ തരികയാണ്. നന്ദി. ഒരു ഭവനത്തിൽ ചെന്നപ്പോഴേ അവിടുത്തെ തന്തയെന്നെല്ലാം കൂടെ പറയുമായിരുന്നു, ബ്രദറെ ഇവിടെ 2 മക്കളുണ്ട്, അവന്മാര് വന്നു കഴിഞ്ഞ് ഇവിടെ എല്ലാം തകർത്ത് കളയും, ഇവിടെ പ്രാർത്ഥനക്കാരും വരുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അവര് നശിപ്പിക്കും. ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനീ ആകുലപ്പെടുന്ന? ജന്മം കൊടുത്തവർക്ക് പേടി. നിങ്ങളെ വിഷമിക്കണ്ട. അവരെന്തായാലും ഈ 2 മക്കളും വന്ന് വളരെ ശാന്തരായിട്ട് വന്നവര് അവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം കേട്ട് ദൈവപ്രാർത്ഥനയെല്ലാം സ്വീകരിച്ചിട്ട് അവര് പോയത്. പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ പറയുന്നത്, അന്നാലിവന്മാരിക്കും ഇരുന്ന് കളഞ്ഞല്ലോ. ഞങ്ങള് പേടിച്ചായിരുന്നു. എന്നിട്ട് പറയുന്ന, ബ്രദറെ അറിയാൻ വയ്യാത്തണ്ടാക്കി എപ്പോഴും എന്തുവാ പ്രവർത്തിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. ഈ പേടിയാണ് പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. മാതാപിതാക്കൾക്ക് മക്കളെ ഭയം. ദൈവത്തിനങ്ങനെ ഭയമോ പേടിയൊന്നുമില്ല. മാറ്റങ്ങൾ കർത്താവാണ് കൊടുക്കുന്നത്. ദൈവാത്മാവിന്റെ ഇടപെടലിൽ ഞങ്ങള് ആലപ്പുഴയിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്തരീക്ഷത്തിൽ നിന്നുള്ള കാറ്റല്ല, താഴെ നീനെ കാറ്റടിച്ചിട്ട് ആ ഭവനം നടത്തിങ്ങനെ താഴെ നീനെ കാറ്റടിച്ചിട്ട് ഒരേത്തരുടെയും ശരീരത്തിലൂടെ ഞാൻ ചുറ്റിച്ചിട്ട് മേളോട്ട് പോവുക. കാറ്റ് വിയർത്ത് കുളിച്ച് നിന്നിരുന്ന ആൾക്കാരൊക്കെ തുടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് കാറ്റടിക്കാൻ തുടങ്ങി. ആ കാറ്റടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല ശാന്തത, നല്ല സമാധാനം. അവിടെ നിൽക്കുന്ന ആൾക്കാർ കരയാൻ തുടങ്ങി. കർത്താവെ തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റു പറയാൻ തുടങ്ങി. വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഒരുപാട് രോഗശാന്തി കർത്താവ് കൊടുത്ത്. ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് ആവശ്യമുള്ളവര് നിങ്ങൾ ജപമാല തുടങ്ങുന്ന സമയത്ത് തന്നെയാണ് ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് വരേണ്ടത്. ജപമാല പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് തന്നെ ഉച്ചാരണ പ്രാർത്ഥന നിങ്ങൾ പേര് കൊടുത്തിട്ടുള്ളവർ വരണം. ഇപ്പോൾ ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് പേര് തന്നിട്ടുള്ളവര് കഴിവ് പ്രാർത്ഥനയ്ക്ക് വരണ്ട. നിങ്ങൾ അവിടെ ശരിയാക്കിയിട്ടിരിക്കുന്ന കസേരയിൽ ഇരുന്നാൽ മതി. അല്ലാതുള്ളവര് പ്രേക്ഷിതര് പറയുന്നതനുസരിച്ച് വേണം വരേണ്ടത്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് കേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് തന്നപ്പോഴാണ് 3 രോഗങ്ങൾ കർത്താവ് നിങ്ങൾക്ക് ഓർമ്മ തരുന്നത്. പ്രഷറ്, കൊളസ്ട്രോൾ, ഷുഗർ. ഇതുള്ളവര് കഞ്ഞി ചേർത്തുക. പ്രഷറ്, കൊളസ്ട്രോൾ, ഷുഗർ ഇങ്ങനെയുള്ള രോഗമുള്ളവർ. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ഔഷധമാണ്. പേടിക്കാതെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് കർത്താവ് വിടുതൽ വരികയാണ്. അപ്പം പിന്നെ മുട്ടായി ഉണ്ട്.
രമ്യ എന്ന് പറയുന്ന കുഞ്ഞിന് 1 വയസ്സായതിന് കർത്താവ് ആ കുഞ്ഞിന് ആയുസ്സും ആരോഗ്യവും കൊടുക്കാനുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാലും ഒരാളെങ്ങാണെന്ന് തോന്നുന്നു ഇത് കേക്ക് മേടിച്ചുകൊണ്ട് വന്നത്. ഉള്ളത് കൊണ്ട് എല്ലാവരുടെ സമാധാനപ്പെടുക. നിങ്ങളെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും കൂടെ പഠിപ്പിക്കുക. അല്ലേ? യഥേഷ്ടം കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ വില അറിയത്തില്ല. ഇല്ലായ്മയിൽ നിന്നുള്ളപ്പോഴാണ് നമുക്ക് അതിന്റെ വില അറിയുന്നത്. ചില